വെളുപ്പാൻ കാലത്ത് മൂന്നാറിലേക്ക് കയറുമ്പോൾ പ്രകൃതി നമ്മുടെ കണ്ണും മനസ്സും നിറക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. മൂന്നാറിലേക്ക് പോകുന്ന വഴി വെറും 5 മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചാൽ 100 വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണികഴിപ്പിച്ച മനോഹരമായൊരു ദേവാലയം നമുക്ക് കാണാൻ കഴിയും. മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് ഇടതുവശത്തായിട്ട് കാണപ്പെടുന്ന CSI ചർച്ച്, അതായത് മൂന്നാറിൻ്റെ താജ്മഹൽ. തെക്കിൻ്റെ കാശ്മീരായ മൂന്നാറിലെ അതിമനോഹരമായ ഈ ദേവാലയത്തിൻ്റെ ചരിത്രം 1894 നവംബറിൽ സർ ഹെൻറി മാൻഫീൽഡ് നൈറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യ എലനർ ഇസബൽ മേയും മനോഹരമായി കുന്നിൻ മുകളിൽ സായാഹ്ന സവാരിക്ക് എത്തിയത് മുതൽ ആരംഭിക്കുന്നു. വശ്യസുന്ദരമായ ഭൂപ്രകൃതിയിൽ ആകൃഷ്ടയായ എലനർ തൻ്റെ മരണശേഷം ഇവിടെ നിത്യവിശ്രമം കൊള്ളാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അടുത്തു തന്നെ കോളറ ബാധിച്ച എലനർ തൻ്റെ 24-ാം വയസ്സിൽ 1894 ഡിസംബർ 24-ന് മരണപ്പെട്ടു. ഹെലനറിൻ്റെ ഭൗതിക ശരീരം തിരികെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ കുടുംബത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഹെൻറി തൻ്റെ പ്രിയതമയുടെ അന്ത്യാഭിലാഷ പ്രകാരം ഹെലനറിനെ ഈ കുന്നിൻ മുകളിൽ തന്നെ സംസ്കരിച്ചു. ഇതിനുശേഷം നിരവധി ബ്രിട്ടീഷ് പൗരന്മാരെയും പ്രദേശവാസികളെയും ഇവിടെ സംസ്കരിക്കുകയുണ്ടായി. അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് പ്രാർത്ഥനയ്ക്കായി ഒരു ആലയം പണിയണമെന്നുള്ള ആഗ്രഹപ്രകാരം ആംഗ്ലിക്കൻ ബിഷപ്പ് നോയൽ ഹോഡ്ജസ് 1898 മൂന്നാർ സന്ദർശിച്ചു. 1900 ഏപ്രിൽ 15-ന് സെമിത്തേരി ആശീർവദിക്കപ്പെടുകയും മരണ രജിസ്റ്റർ ആരംഭിക്കുകയും ചെയ്തപ്പോൾ എലനറിൻ്റെ പേര് തന്നെയായിരുന്നു ആദ്യത്തേത്. 1910 മാർച്ച് 10-ന് ദേവാലയത്തിന് തറക്കല്ലിട്ടു. മൂന്നാറിൽ നിന്ന് തന്നെയുള്ള പാറക്കല്ലുകൾ ഉപയോഗിച്ച് ഗോതിക് വാസ്തുശൈലി നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം സ്കോട്ടിഷ് മാതൃകയിൽ കുരിശിൻ്റെ രൂപത്തിലുള്ളതാണ്. ദേവാലയത്തിലെ മണി, ഘടികാരം, പിയാനോ, ഫർണിച്ചറുകൾ, പൂജപാത്രങ്ങൾ മുതലായവ ഇംഗ്ലണ്ടിൽ നിന്നും കപ്പൽ മാർഗം കൊണ്ടുവന്നവയാണ്. റോമൻ വാസ്തുക്കളുടെ സ്വാധീനം ഇവിടുത്തെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ട ജനൽ ചില്ലകളിലും ചെരിഞ്ഞ മേൽക്കൂരകളിലും തൂക്കുവിളക്കുകളിലും മറ്റും പ്രകടമാണ്. 1924-ൽ മൂന്നാറിനെ പിടിച്ചു കുലുക്കിയ പ്രളയത്തിൽ ജനങ്ങൾക്ക് ആദ്യ അഭയം നൽകിയതും ഈ ദേവാലയമാണെന്ന് പറയപ്പെടുന്നു. ഈ ദേവാലയത്തിൻ്റെ പുറത്തെയും അകത്തെയും ഭിത്തികൾ തേക്കാതെ പൂർണ്ണമായും കരിങ്കൽ ഭംഗി നിലനിർത്തിയിട്ടുള്ളതാണ്. ആദ്യമായി സെമിത്തേരി ഉണ്ടായതിനു ശേഷം പള്ളി നിർമ്മിക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ഈ ദേവാലയത്തിന് സ്വന്തമാണ്.